അസ്സലാമലൈക്കും സഹോദരങ്ങളെ, ഞാൻ ഹാരിസ് രാജാണ്. ഇന്ന് നമ്മൾ ഏറ്റവും പാവപ്പെട്ട രോഹിംഗ്യൻ അഭയാർത്ഥികളെ തേടിപ്പിടിച്ച് 5 കിലോ വീതം അരി കൊടുക്കുകയാണ്. 20 വീടുകളിലേക്കാണ് നമ്മൾ ഈ അരി എത്തിക്കുന്നത്. ഇതിനു വേണ്ടി നമ്മളെ സഹായിച്ചത് അബ്ദുൽ ഗഫൂർ NK പറവന്നൂർ. അദ്ദേഹമാണ് 5000 രൂപ അയച്ചു തന്നുകൊണ്ട് എന്നോട് പറഞ്ഞത്, നിങ്ങൾ രോഹിംഗ്യൻ അഭയാർത്ഥികളെ സഹായിക്കുന്നത് കണ്ടു, അപ്പോൾ അതിലെ ഏറ്റവും പാവപ്പെട്ട അർഹരായ വിധവകൾക്കും വയസ്സായവർക്കും 5 കിലോ വീതം അരി കൊടുക്കണം എന്നാണ്. അതിന് അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും അദ്ദേഹം മനസ്സിൽ നിയത്ത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ നാഥൻ. ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങളൊരു പ്രത്യേക വിഭാഗത്തിന് മാത്രം സഹായം ചെയ്യുന്നത്? അതിൻ്റെ ഉത്തരം കൂടിയാണ് ഞാനീ പറയുന്നത്. കാരണം നമുക്ക് ഈ പൈസ അയച്ചു തരുന്ന ആളുകൾ എന്ത് പറഞ്ഞോ അതാണ് നമ്മൾ ചെയ്യുക. 10 കിലോ വീതം അരി 10 വീടുകളിൽ കൊടുക്കാൻ പറഞ്ഞാൽ അതെനിക്ക് 8 കിലോ ആക്കാൻ സാധിക്കില്ല, 5 കിലോ ആക്കാനും സാധിക്കില്ല. അതേപോലെ തന്നെ ഈ 5 കിലോ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് 4 കിലോ എങ്ങനെ കൊടുക്കും? അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് 5 കിലോ തന്നെ 20 വീടുകളിലേക്ക്, അതും രോഹിംഗ്യൻ അഭയാർത്ഥി വീടുകളിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അഭയാർത്ഥി വീടുകളിൽ തന്നെ കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് ഈ കാണുന്ന ആളുകൾ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം കൊടുക്കുന്നു എന്ന് സംശയിക്കാൻ കാരണം. എന്നാൽ ഈ പറയുന്നവരാണെങ്കിൽ 5 രൂപ പോലും അയച്ചു തരികയോ ഇന്ന ആളുകൾക്ക് കൊടുക്കാൻ പറയുകയോ ചെയ്യാത്തവരുമാണ്. പല ആളുകളും പറയും, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ കൊടുക്കുന്നു എന്ന് ചോദിക്കുന്ന ആളുകൾ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു 50 രൂപ അയച്ചു തന്നിട്ട് നിങ്ങൾ ഇതുകൊണ്ട് 10 രൂപയുടെ 5 ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് ഇന്ന ആളുകൾക്ക് കൊടുക്കണം എന്ന് പറയാത്ത ആളുകളാണ് ഈ 5000 രൂപ അയച്ചു തരുന്ന ആളുകൾ പറയുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എത്തിക്കുന്നതിനെ വിമർശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിമർശിക്കുന്നവരൊരു കാര്യം ആലോചിക്കുക, ഇത് മുഴുവനും ഇതെൻ്റെ പൈസയല്ല, ഇത് സ്പോൺസർമാർ തരുന്നതാണ്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവർ പറയുന്ന സ്ഥലത്ത് അവർ പറയുന്നത് പോലെ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. കാരണം ഞാൻ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പോകുമ്പോൾ പല ആളുകളെയും കാണും. അപ്പോൾ ആ കാണുന്ന ആളുകളുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ ഇപ്പോൾ ഇവർ കാണുമ്പോൾ ഇപ്പോൾ ഈ കുട്ടിക്ക് തലസീമിയ എന്ന് പറയുന്ന അസുഖമുള്ള കുട്ടിയാണ്. അവരുടെ ഉമ്മയാണിത്, അവരാണ് ഇത് കൊണ്ട് കൊടുക്കുന്നത്. ആ കുട്ടിയാണ് ആ വെയിറ്റ് നോക്കി കൊടുക്കുന്നത്. ആ കുട്ടിക്ക് മാസത്തിൽ 5000 രൂപയുടെ ഇഞ്ചക്ഷൻ മാത്രം വേണം, മരുന്നും ഇഞ്ചക്ഷനുമായിട്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു മാസം തെറ്റിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മുഖം വീർത്ത് വരും, കിഡ്നിക്കും ലിവറിനും ഒക്കെയാണ് പ്രശ്നം. അപ്പോൾ പഠിക്കാനാണെങ്കിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ എന്താ ചെയ്യുക, ദൈവം അല്ലെങ്കിൽ സർവശക്തനായ നാഥൻ ആ കുട്ടിക്ക് ഒരു ചെറിയ അസുഖത്തോട് കൂടിയിട്ടാണ് ആ കുട്ടിയുടെ പരീക്ഷണം ഈ ഭൂമിയിൽ നൽകിയത്. അപ്പോൾ അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടി സഹായിക്കുന്ന ആളുകളുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം വരെ സഹായം എത്തി, അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആ കുട്ടിക്ക് നല്ലൊരു സ്പോൺസറെ കിട്ടുകയാണെങ്കിൽ നന്നായിരിക്കും. ആ കുട്ടിയുടെ പഠിപ്പിന് മാസം 2000 രൂപ ചിലവുണ്ട്. അതുപോലെ ആ കുട്ടിക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ 5000 രൂപ മാസം മരുന്നിനും വേണം. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കുന്ന ആളുകൾ ആ കുട്ടിയെയും സഹായിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. എന്നിട്ട് ആ അസുഖവും വെച്ചുകൊണ്ടാണ് ആ കുട്ടി ഈ പാക്ക് ചെയ്യുന്നത് 5 കിലോ വീതം. ആ കുട്ടിയുടെ ഉമ്മയാണ് ഇത് കൊണ്ട് കൊടുക്കുന്നത്. ഈ മനസ്സിൽ മുഴുവനും സങ്കടവും വിഷമവും നിറഞ്ഞുകൊണ്ടാണ് അവരിത് കൊടുക്കുന്നത് പോലും. അപ്പോൾ ഇതിൽ നിന്ന് ഇതേപോലെ 1-2 പാക്കറ്റ് നമ്മൾ അവർക്കും കൊടുക്കാറുണ്ട്. അതിൽ നിന്ന് ബാക്കി വരുന്ന അരിയും അതുപോലെ ഇതിൽ ഒരു ഭാഗം അവർക്കുള്ളത് എന്ന രീതിയിൽ അവർക്കും നമ്മൾ കൊടുക്കാറുണ്ട്. സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അതോടൊപ്പം ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അവരെന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത്, നല്ലതായ എല്ലാ അവരുടെ ആഗ്രഹങ്ങളും സർവശക്തനായ നാഥൻ നിറവേറ്റി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഈ അരി കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഓരോരുത്തരോടും നമ്മൾ പറയാറുണ്ട്, ഈ അരി നിങ്ങൾക്ക് തരുന്നത് ഇന്നയാളാണ്, അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ബർക്കത്തിന് വേണ്ടി, ഇതുപോലെ വീണ്ടും ഒരുപാട് നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി, അവർക്ക് ആയുസ്സും ആരോഗ്യവും സമാധാനവും സമ്പത്തും സംതൃപ്തിയും ധാരാളമായി ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളീ കൊണ്ടുവന്ന് തരുന്ന നമുക്ക് വേണ്ടിയിട്ടല്ല, നമ്മളിതൊരു മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഈ ഒരു സൽക്കർമ്മത്തിൻ്റെ എല്ലാ ബർക്കത്തും ലഭിക്കേണ്ടത് ആരാണോ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നത് അവർക്ക് തന്നെയാണ്. അതുപോലെ ആരാണോ ഇതിനു വേണ്ടി സാമ്പത്തിക സഹായം നൽകിയത് അവർക്ക് തന്നെയാണ്. അതുപോലെ ഇത് കാണുന്ന ആളുകളും ഇതിനെ സഹായം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. കാരണം നിങ്ങളിത് കാണുന്നത് കൊണ്ട്, നിങ്ങളിത് ഷെയർ ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ ആളുകൾ ഇത് കാണുകയും കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തുകയും അവരും ഇതുപോലെ
ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യാനായി മുന്നോട്ട് വരികയും ചെയ്യുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ നടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർക്കും ഇത് ഷെയർ ചെയ്യുന്നവർക്കും ഇതിനു വേണ്ടി സഹായിച്ചവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ അബ്ദുൽ ഗഫൂർ NK പറവന്നൂർ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആഗ്രഹങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടി സർവശക്തനായ നാഥനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നമ്മൾ ഈ സൽക്കർമ്മം നിർവഹിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും, ഈ വീഡിയോ കാണുന്നവർക്കും ഇത് ഷെയർ ചെയ്യുന്നവർക്കും അതിനുവേണ്ടി സഹകരിക്കുന്നവർക്കും മറ്റൊരാൾക്ക് വേണ്ടി അയച്ചു കൊടുത്തുകൊണ്ട് ഇതുപോലെ നിങ്ങൾ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ച് മറ്റുള്ള ആളുകളിലേക്ക് ഇത് എത്തുകയും അവരും ഇതുപോലെ സഹായിക്കുന്നതിന് വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതുപോലുള്ള ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നമുക്ക് ആർക്കും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവർക്ക് വേണ്ടി സഹായം ചെയ്യുകയും ഇവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ കഴിയുന്നവരിലേക്ക് വീഡിയോ എത്തിക്കുകയും ചെയ്തുകൊണ്ട് നമ്മളെയും നമുക്കാർക്കും ഇതുപോലുള്ള കഷ്ടപ്പാട് ഒരിക്കലും വരുത്തരുത് എന്ന ഒരു തരത്തിലും ദാരിദ്ര്യം കൊണ്ടോ മാറാവ്യാധികൾ കൊണ്ടോ നമ്മളെ ആരെയും സർവശക്തനായ നാഥൻ പരീക്ഷിക്കല്ലേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ടും നമ്മൾ ഈ സൽക്കർമ്മം നിർവഹിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇതുപോലെ നന്മകൾ ചെയ്യാനുള്ള ആയുസ്സും ആരോഗ്യവും സൽക്കർമ്മം ചെയ്യാനുള്ള മനസ്സും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ആമീൻ.